റൈനോപ്ലാസ്റ്റി സർജറി ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഹംപ് നോസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ബോണിനെ കട്ട് ചെയ്യും, കാർട്ടിലേജിനെ കട്ട് ചെയ്യും, സ്കിൻ ഇത്രയും ഭാഗം നമ്മൾ പൊക്കിയിട്ടാണ് ഈ മൂക്കിൻ്റെ അകത്ത് സർജറി ഫുൾ ചെയ്യുന്നത്. ചിലപ്പോൾ ബോൺ നമ്മൾ ഈ രണ്ട് ഭാഗത്തും ഫ്രാക്ചർ ചെയ്തിട്ട് മൂക്കിനെ നാരോ ആക്കാൻ വേണ്ടി ചെയ്യാറുണ്ട്. വെരി പെയിൻഫുൾ ആയ ഒരു പ്രൊസീജിയർ പോലെ തോന്നുന്നു. സ്കിന്ന്, കാർട്ടിലേജ്, ബോണിൽ നമ്മൾ ഒടിക്കുന്നു, ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ മോസ്റ്റ് പീപ്പിൾ ആർ അഫ്രൈഡ് അബൌട്ട് പെയിൻ. അപ്പോൾ സർജറിയുടെ സമയത്തും പെയിൻ ഉണ്ടാവുമോ, ഓപ്പറേഷൻ ചെയ്യുമ്പോൾ എനിക്ക് പെയിൻ ഉണ്ടാവുമോ, ഓപ്പറേഷൻ കഴിഞ്ഞാൽ പെയിൻ ഉണ്ട്, എത്ര ദിവസം പെയിൻ ഉണ്ടാവും എന്നുള്ളതൊക്കെയാണ് മെയിൻ ക്വസ്റ്റ്യൻസ്. റിയലിസ്റ്റിക്കലി എന്താണ് നമ്മൾ കാണാറ്? റിയലിസ്റ്റിക്കലി വളരെ കംഫർട്ടബിൾ ആയിട്ട് പോസ്റ്റ് ഓപ്പറേറ്റീവ് പെയിൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വെരി മിനിമൽ. വളരെ എക്സ്ട്രീം പെയിൻ മാനേജ്മെന്റ് ഒന്നും ഒരിക്കലും ചെയ്യേണ്ടി വരാറില്ല. കംപ്ലീറ്റ് ജനറൽ അനസ്തീഷ്യ ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ്. പേഷ്യന്റിന് സമയത്ത് അവർക്ക് ഒന്നും അറിയാൻ പോകുന്നില്ല. അതെ, യു ആർ ഗോയിങ് ടു സ്ലീപ്പ് ആൻഡ് വേക്കിംഗ് അപ്പ്. ആകെ കൂടെ ഉള്ളൊരു ഡിസ്കംഫർട്ട് എന്ന് പറയാനായിട്ട് കുറച്ച് ദിവസം ആ മൂക്കിന്റെ അകത്തിരിക്കുന്ന ഒരു ഡ്രസ്സിംഗ് ആണ്. അത് ഇറ്റ്സ് ജസ്റ്റ് ഫ്യൂ ഡേയ്സ്. അതെ, അത് കഴിഞ്ഞ് അത് ഊരുവാണ്. അല്ലാതെ ഒരു പെയിൻ ഫാക്ടർ എന്ന് പറയാനായിട്ട് ഇവിടെ അങ്ങനെ ഒരു റോൾ ഇല്ല. പെയിൻ നമ്മൾ പറയുന്നത് ഓൺ എ സ്കെയിൽ ഓഫ് 0 to 10 ആണ്. 0 is no pain, 10 is the most severe pain you ever experienced in your life. മിക്ക ആൾക്കാർ റൈനോപ്ലാസ്റ്റിക് തരുന്ന സ്കോർ 2 or 3 ഒക്കെ ഉള്ളൂ. വെരി മിനിമൽ. ഉള്ളി ഡിസ്കംഫർട്ട് മൂക്കിന്റെ അകത്ത് ആ ഡ്രസ്സിങ് ഇരിക്കുന്ന ഒരു സ്റ്റഫി ഫീലിംഗ് കിട്ടും, ഒരു മൂക്ക് അടഞ്ഞൊരു ഫീൽ കിട്ടും. അതാണ് മിക്ക ആൾക്കാർക്കുള്ള ഒരു ഇഷ്യൂ. നമ്മൾ ഇത്രയും ചെയ്യുമെങ്കിലും സർപ്രൈസിംഗ്ലി ദ പെയിൻ ഈസ് വെരി ലിറ്റിൽ. റൈനോപ്ലാസ്റ്റി